അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ താരങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മുടെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് നമ്മുടെ നമസ്കാരമുണ്ട്. പേരൊന്ന് പറഞ്ഞാൽ അയ്യോ അഭിലാഷ് ഔട്ടായത് പോലെ അഭിലാഷ് ചോറ്റാനിക്കര അല്ലേ. അപ്പോൾ ഇങ്ങനെയുണ്ട് സിനിമ അഭിനയൊക്കെ ഇങ്ങനെ പോകുന്നു. എല്ലാവിധ ആശംസകളും അല്ലേ. ഇനി തകർത്ത് പാട്ടെ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വൈറലായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയ ബ്ലോഗറാണ്. എന്തായാലും സിനിമ കാര്യങ്ങൾ കാണാൻ എത്തിയതാണ്. അവിടെ കണ്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണല്ലേ. പ്രിയ എന്ന് പറഞ്ഞാൽ പേര് പ്രിയ. സ്ഥലം തൃശ്ശൂർ. പൂരങ്ങളുടെ നാട്. അങ്ങനെ പൊളി. സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമയ്ക്ക് വേണ്ടി അല്ലു അർജുൻ കേൾക്കണവരെ ഷെയർ ചെയ്യണം. അല്ലു അർജുൻ്റെ ആരാധികയാണ്. എന്തായാലും അല്ലു അർജുനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു അണ്ണനുണ്ട്. അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കുവ സിനിമയിലൂടെ അല്ലേ, കങ്കുവ സിനിമയിലൂടെ വൈറലായ കങ്കുവാണ്. അഭിലാഷേ ശരി, ഇത് കങ്കുവാണൻ വന്നിട്ടുണ്ടല്ലോ. ഈ തങ്കുവാണനെ കാണാൻ വേണ്ടി കങ്കുവാണനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ വന്നു അറിഞ്ഞില്ലേ. തങ്കുവയല്ല കങ്കുവ. എന്തായാലും സൂര്യനെ ആരാധിക്കുന്നുണ്ടല്ലേ. സൂര്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ പുഷ്പ അതാട്ടോ വൈറലായത് കേട്ടോ. എന്തായാലും അല്ലു അർജുൻ ഫാനാണ്. ഓക്കെ. അതുപോലെ നമ്മുടെ സുഹൃത്ത് ടിൻസ പടം തന്നെ ഇടായിരുന്നു. ഗംഭീരായിരുന്നു. ഇഷ്ടപ്പെട്ടു. മകത് അല്ലു അർജുൻ മാസല്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമയിലൂടെയും സീരിയലിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെ നമ്മുടെ നൻപ പേരെന്ന് പറഞ്ഞ ശ്രീധർ പെരുമാറുന്നാണ് പേര്. ഞങ്ങൾ ചങ്കളാണ്. ഇപ്പോൾ സിനിമ റിവ്യൂ ചെയ്യുന്നുണ്ട് അദ്ദേഹം. റിവ്യൂ ചെയ്യുന്നുണ്ട്. നല്ല സിനിമകൾ നല്ലതെന്നും ഇഷ്ടപ്പെടാതെ തുറന്നു പറയുന്ന ഒരാളാണ്. ആർക്കും ദേഷ്യം തോന്നിട്ട് കാര്യമില്ല. കാരണം ഇത് പൈസ മുടക്കി കാണുന്നതാണ്. നമ്മൾ ഒരാളെ വിളിച്ച് പറ്റിക്കുന്നതിന് മര്യാദയ്ക്ക് എല്ലാ പടത്തിനും അഭിപ്രായങ്ങളും കാണിക്കാം. പക്ഷെ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് കാണുന്ന ഒരാളാണ്. അതിന് ഞാൻ അംഗീകരിക്കുന്നു. എന്നാലും ഇനി സിനിമകളായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു ബോച്ചേനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ബോച്ച എങ്ങനെ വന്നു ഇവിടെ? നമസ്കാരം. അപ്പൊ നിങ്ങൾ സിനിമ കാണാൻ വന്നതല്ലേ? എങ്ങനെയാണ് പടം? ഞാൻ റിവ്യൂ കൊടുത്തതൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട്. ഞാൻ സിനിമാക്കാരാണ്, ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. അല്ല, നിങ്ങളുടെ കാശ് കൊണ്ട് കണ്ട പടം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. എന്തായാലും അതല്ല ഇവിടെ ചോദിക്കണം. എന്തായാലും ഈ ബോച്ചയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ബോച്ചയായിട്ട് ഞാൻ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ആളുകൾ അറിയപ്പെടുന്ന ഒരു സംഭവമല്ല. ഈ ബോച്ചയുടെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം 3 മില്യൺ വ്യൂസ് കണ്ടു. പക്ഷെ വേറെ കേസുണ്ട്. ബോച്ചയുടെ ലുക്കിലുള്ളതുകൊണ്ട് ബോച്ച കഴിഞ്ഞ ദിവസം വിളിച്ചു അല്ലേ, സൗഹൃദം അല്ലേ, ബോച്ചയുടെ സൗഹൃദമായി വിളിച്ചു അല്ലേ. അത് വലിയൊരു അനുഗ്രഹമായി പോയല്ലോ. ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ. പിന്നെ നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലാണ്. കാരണം കളിയാക്കാണ്ട് ബോച്ച അനുകരിക്കുന്ന ഒരു കലാകാരനാണ് അല്ലേ. നല്ല സന്തോഷമുണ്ട് കാണാൻ സാധിച്ചത്. ഇപ്പൊ നിഷാദ് അല്ലേ നിഷാദ് ഒരുപാട് സിനിമകളൊക്കെ അഭിനയിക്കുന്ന ആളാണ് കേട്ടോ. ബോച്ച മാത്രമല്ല, സിനിമ സീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട്. പുതിയ പടങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. അപ്പൊ ചങ്കേ ഓക്കെ. പ്രിയ അവിടെ അല്ലു അർജുൻ്റെ നായകൻ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ എല്ലാവർക്കും കങ്കുവ. അപ്പൊ അല്ലു അർജുൻ പടം കാണാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് കൂട്ടി. ഓക്കെ.